നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഒരു മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും മാർജിനലി ഫ്ലാറ്റ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.1%, S&P 0.47%, നാസ്ഡാക്ക് 0.25%മാണ് ഉയർന്നത്. US ഇറാൻ വാർ ഇന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകളിൽ നിന്നും ലഭിക്കുന്നത്. ക്രൂഡിൻ്റെ വില 3% വർദ്ധിച്ച് $100 മുകളിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ടാങ്കറുകൾക്ക് എസ്കോർട്ട് നൽകുന്നതിന് US-ന് ഒരു സഖ്യകക്ഷികളുടെയും ആവശ്യമില്ല എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്രൂഡിൻ്റെ പ്രൈസിൽ ഒരു വോളറ്റിലിറ്റിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ സുരക്ഷാ മേധാവിയെ ഇസ്രായേൽ വധിച്ചു എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതും മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസത്തെ ഒരു റാലിക്ക് ശേഷം ഇന്ന് ഈ ന്യൂസുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ നെഗറ്റീവായി റിയാക്ട് ചെയ്യാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 0.7% ഉയരുകയും 23,600-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് 23,350, 23,300 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതേസമയം 23,750, 23,800 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസായും പ്രവർത്തിക്കും. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ക്ലീൻ മാക്സ് NVO എന്ന സ്റ്റോക്ക്. ക്ലീൻ മാക്സ് NVO എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. റവന്യൂ 12% വർദ്ധിച്ച് 374 കോടിയിൽ നിന്നും 422 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 1000% വർദ്ധിച്ച് 2.5 കോടിയിൽ നിന്നും 27.6 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. EBITDA മാർജിൻ 49%-ൽ നിന്നും 62%-ലേക്ക് ഉയരുകയും EBITDA 184 കോടിയിൽ നിന്നും 263 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് NHPC ആണ്. NHPCയുടെ 250 മെഗാവാട്ട് ശേഷിയുള്ള സബൻസിരി ലോവർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NHPC എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടെക് മഹീന്ദ്രയുടെ സബ്സിഡറി കമ്പനിയായ ടെക് മഹീന്ദ്ര RIBയുടെ 20%-ഓളം സ്റ്റേക്കുകൾ കമ്പനിയുടെ ലണ്ടൻ സബ്സിഡറി 206 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ AB ഇൻഫ്രാ ബിൽഡ് എന്ന കമ്പനിക്ക് 48 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. 600-ലധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻറ്റിനെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഹെക്സാവെയർ ടെക്നോളജി എന്ന കമ്പനി ഒരു AI ഏജൻറ്റ് പ്ലാറ്റ്ഫോം ഏജൻറ്റ് വെർസ് എന്ന പേരിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹെക്സാവെയർ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ ശ്രീ സിമൻറ്റ് എന്ന കമ്പനി ആന്ധ്രാപ്രദേശിലെ ലൈംസ്റ്റോൺ ബ്ലോക്കിൻ്റെ പ്രിഫറബിൾ ബിഡറായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. LPGയുടെ അഭാവം മൂലം കിർലോസ്കർ ഫെറോസ് എന്ന കമ്പനി സോലാപൂരിലുള്ള അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കിർലോസ്കർ ഫെറോസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 13 കോടി രൂപയുടെ ഓഫ് മാർക്കറ്റ് ഷെയർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ആനന്ദ് റാട്ടി എന്ന കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആനന്ദ് റാട്ടി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. PN ഗാഡ്ഗിൽ ജുവലേഴ്സ് പൂനെയിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 73ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. CESC എന്ന കമ്പനി 600 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് CESC എന്ന കമ്പനിക്ക് 600 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ വിവിധ ഏജൻസികളിൽ നിന്നും ഓർഡർ ലഭിച്ചതുകൊണ്ട് CESC എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്